ഞാൻ സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 5 വോളിയം 2 ഞാൻ കണ്ട്. എനിക്ക് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മറ്റേ ഇതിന്റെ അത്ര വലിയ ഇഷ്ടപ്പെടില്ല. മറ്റേ വോളിയില്ലായിരുന്നു, എന്റെ തൊട്ട് മുന്നത്തെ വോളിയം 1 അതിന്റെ അത്ര എനിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അത് കണ്ടവർക്ക് അറിയാം, അതിന്റെ 4ാമത്തെ എപ്പിസോഡിന്റെ എന്റെ ഫസ്റ്റ് 2-3 എപ്പിസോഡൊക്കെ ഈ എപ്പിസോഡുകളെ പോലെ തന്നെയാണ്. പക്ഷെ അതിന്റെ 4ാമത്തെ ഒരു എപ്പിസോഡുണ്ട്, അതിന്റെ ലാസ്റ്റ് ആയിട്ട് കൊണ്ട് നിർത്തിയത് ഒരു പീക്ക് സാധനം എടുക്കുന്നത്. പക്ഷെ ആ സാധനം അത്ര ഹൈ ആയിട്ടുള്ള മൊമെന്റ് ഇതിലില്ല എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടി കാണും. പിന്നെ ഇതിലാകെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട നല്ല 2-3 സീനെ പറയുകയാണെങ്കിൽ, ഒന്ന് മറ്റേ സ്റ്റീവിന്റെയും ഡസ്റ്റിന്റെയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, അത് നല്ലതായിരുന്നു. പിന്നെ മാക്സ് തിരിച്ചു പറഞ്ഞതും, പിന്നെ ഇതില്ലേ മറ്റേ മൈക്കിന്റെ അമ്മ മറ്റേ ബോംബിട്ട് പൊട്ടിക്കണ അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ വേറെ അങ്ങനെ കുറച്ച് നല്ല മൊമെന്റ് ഉണ്ടെങ്കിലും മറ്റേ കാണിച്ച സ്ഥലം തന്നെ കുറച്ച് റിപ്പീറ്റ് അടിച്ച് കാണിക്കാനാണ്. അവിടെ പോകണം ഇവിടെ വരണം, അവിടെ പോകണം ഇവിടെ വരണം, ലാസ്റ്റ് ഒരു ടീമാണ്. അതുപോലെ എനിക്ക് തോന്നി അടുത്ത ഇതിലോട്ടുള്ള ഒരു ബിൽഡപ്പ് കൊടുത്ത പോലെ എനിക്ക് തോന്നിയില്ല. കാരണം വ്യക്തിയൊന്നും പുതിയതായിട്ടൊന്നും കാണിച്ചില്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ പിന്നെ റിപ്പീറ്റ് അടിച്ച് കുറച്ചുകൂടി നീട്ടി കാണിക്കണമെന്നല്ലാതെ എക്സ്ട്രാ ഒന്നും കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന്റെ VFXന്റെ കാര്യം പറയാനാണെങ്കിൽ മറ്റേ സീസണൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലോണം കൂടിയിട്ടുണ്ട്. കാരണം ചില സീനൊക്കെ നല്ല സെറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്പേസ് പോലെ കാണിക്കുന്ന സീനുണ്ടാവും, അത് കാണാത്തവർക്ക് ഞാൻ സ്പോയിൽ ചെയ്യണ്ട, കണ്ടാൽ മനസ്സിലാവും. ആ സീനൊക്കെ നല്ല വൃത്തിക്ക് അവർ എടുത്തു വെച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. പിന്നെ അതിന്റെ ഡയറക്ഷനും ഇതൊക്കെ സെറ്റാണ്. പിന്നെ കാസ്റ്റിങ് മറ്റൊരു പെണ്ണില്ലേ, ഇന്ത്യക്കാരി പോലെയുള്ള ഒരു പെണ്ണ്, കാളി അങ്ങനെ എന്ന് പറയണം. അത് കഴിഞ്ഞ പണ്ടേ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ കഴിഞ്ഞ സീസൺ കണ്ടപ്പോൾ വിചാരിച്ച് ഞാൻ വെച്ച് എന്തൊരു എപ്പിക്ക് കംബാക്ക് അങ്ങനെ ഇരിക്കുന്നു. ഒന്നിനും കൊള്ളൂല, ഇതിലും കൊള്ളൂല, അപ്പോഴും കൊള്ളൂല. ഇതിപ്പോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ ആവശ്യം ഇല്ലാന്നാണ് തോന്നുന്നത്. കാരണം ഇനി ഇവള് പറഞ്ഞാൽ ചിലപ്പോ ഇലവൻ മരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവര് മരിക്കും എന്ന് പറഞ്ഞാൽ ഇതോട് മരിച്ചിട്ടില്ല. ലാസ്റ്റ് എപ്പിസോഡിൽ എല്ലാം കൂടെ ഒരുമിച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ എന്തായാലും സ്റ്റീവ് മരിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. പിന്നെ വില്ലിന്റെ കുറച്ച് സീക്രട്സ് ഒക്കെ ഇതിൽ പറയാനുണ്ട്. സീക്രട്സ് നമുക്ക് ഇതെല്ലാവർക്കും അറിയുന്ന സീക്രട്സ് അവർക്ക് അറിഞ്ഞൂടാ, അപ്പൊ അത് പറയാനുണ്ട്. അങ്ങനെ പിന്നെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മിഡ്, അല്ലാതെ ഭയങ്കര ഹൈ സാധനം ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും മോശമില്ലാത്ത രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാതെ പോകാം. പക്ഷെ മറ്റേതിന്റെ അത്ര ഇതില്ല. കാരണം അതിന്റെ 4ാമത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ വില്ലിന്റെ ഒരു സാധനമൊക്കെ ഉണ്ട്. ഞാൻ വെച്ചാൽ വില്ലൊക്കെ ഇനിയിപ്പോ ഇതില് പീക്ക് ആയിരിക്കും എന്ന് വെച്ചപ്പോ എന്തോ കുറച്ചൊരു ഇതേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം ഫുള്ള് ഡൗൺ ആയിട്ടുള്ള ഇതായിട്ടാണ് തോന്നിയാൽ. ചിലപ്പോ അടുത്തതിലേക്ക് ഇവര് ലാസ്റ്റിലോട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകണതൊക്കെയാണ്. ഇനി ലാസ്റ്റ് ഇതിലും ചിലപ്പോൾ അടിപൊളിയായിരിക്കും, അത് കണ്ടാലേ അറിയാൻ പറ്റും. ലാസ്റ്റ് കൊണ്ട് ഓളാക്കൂല എന്നൊക്കെ വിചാരിക്കാം. കാരണം ഇത്രയും നല്ലോണം കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഒരു എപ്പിസോഡിൽ കൊളാക്കി കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇനി വരില്ലേ മറ്റേ സ്ക്വിഡ് ഗെയിം ഒക്കെ കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുമില്ല, നെക്സ്റ്റ് ഇതിലോട്ടുള്ള കണ്ടിന്യൂഷൻ അങ്ങനെയല്ല കൊടുക്കുമായിരിക്കും. കാരണം ഇത്ര ഹൈപ്പുള്ള സീരീസ് നെറ്റ്ഫ്ലിക്സ് ആകുമ്പോൾ അവർ നിർത്താൻ ചാൻസ് ഇല്ല. ഒരു ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് വേറെ സ്ഥലത്ത് ഈ കഥ വേറെ സ്ഥലത്ത് വേറെ കുട്ടിയൊക്കെ നടക്കും പോലെ കാണിക്കുകയാണെങ്കിൽ വരും. അങ്ങനത്തെ ആൾക്കാരാണ് നെറ്റ്ഫ്ലിക്സ്. അപ്പൊ അങ്ങനെ കാണിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാം, കാണാത്തവരാണെങ്കിലും കണ്ടിട്ട് അഭിപ്രായം പറയാം, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഒരു എല്ലാ എപ്പിസോഡും ഒരു 8.5-നും 9-നും ഇടയ്ക്കുള്ള റേറ്റിംഗ് കൊടുക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഹൈ ഇതൊന്നും സാധനമില്ല. മറ്റേ എപ്പിസോഡിനാണെങ്കിൽ ഒരു 10 തന്നെ കൊടുക്കാം. മറ്റേ 4ാമത്തെ എപ്പിസോഡിന്റെ ഞാൻ കുറെ നേരം എഴുതാൻ പറഞ്ഞത് 4ാമത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് 20 മിനിറ്റ് സീന് വിഷയം. കാരണം ഈ കൊല്ലം ഇങ്ങനെ കണ്ടത് കുറവാണ്. പക്ഷെ സീന് സമയം നിന്നിട്ട് ഇവർ ഇത്ര ഇതിലോട്ട് എത്തിയപ്പോൾ അത് കൂടിയില്ല. അത് എനിക്ക് അത്ര കണ്ടിട്ട് ഇത് ഇങ്ങോട്ട് വന്നോണ്ടാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ വലിയ എഫക്റ്റ് ഇല്ലായിരുന്നു. VFX കൂടിയിട്ടുണ്ട്. പിന്നെ ആ വേൾഡ് ബിൽഡിങ് എന്ന് വെച്ചാൽ വേൾഡ് ഇപ്പം പുതിയൊരു വേൾഡ് കൂടെ ഇൻട്രൊഡ്യൂസ് അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് കുറെ. മറ്റേത് വേൾഡ് അല്ല, അങ്ങനെയൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പൊ ഫുള്ള് പറഞ്ഞ് സ്പോയിൽ ചെയ്യാൻ പറ്റില്ല. എന്നാ വെച്ചാല് ഫുള്ള് പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ കണ്ടവർക്ക് അറിയാം അപ്സൈഡ് ഡൗൺ ഒരു വേൾഡ് അല്ല, അത് വേറൊരു സംഭവമാണ്. അത് ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാല് അത് കണ്ടവർക്ക് മനസ്സിലായി കാണും. ഞാനീ പറഞ്ഞാൽ സ്പോയിലർ ആവും. ആ എപ്പിസോഡിനൊക്കെ പേര് തന്നെ അതാണ്. അപ്പൊ മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലായി എന്താണെന്ന്. പിന്നെ അത്രയൊക്കെ പറയാനുള്ളൂ. ഇപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് സിനിമ സീരീസ് ആനിമെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യണമെന്നില്ല, ലൈക്ക് ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ചെയ്യണം.